മാത്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാത്സ്യൂള് പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു യൂണിറ്റാണ്, ഡെസിമൽ നമ്പേഴ്സ്. നിങ്ങൾ പെട്ടെന്ന് കേൾക്കും വിചാരിക്കും, ഇതെന്താ ഇതിൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ, ഇത്രയൊക്കെ പ്രയാസമുള്ളതാണെന്നോ ചിലരെങ്കിലും വിചാരിക്കും. പക്ഷേ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പലർക്കും ഇത് വിഷമമായിട്ട് വരും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനും അവ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പലതരത്തിലുള്ള 10ഓളം ചോദ്യങ്ങൾ വെറും ഡെസിമൽ ദശാംശ സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടത് ഇന്നിവിടെ പരിചയപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടാവുക. ഒരു 0 ഇട്ടിട്ട് 0.5 അല്ലെങ്കിൽ 1.34 ഇങ്ങനെയുള്ള നമ്പറുകളായിരിക്കും വരിക. ഇത് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ വരിക എന്ന കുത്തിന് ശേഷം ഒരക്കം വരുന്നതിനെയാണ് ഒരു ഡെസിമൽ എന്ന് പറയുന്നത്. ഈ ഡോട്ടിന് ശേഷം 2 ഡിജിറ്റ് 2 അക്കം വന്നാൽ അതിന് 2 ഡെസിമലുള്ള നമ്പറാണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെസിമലിലെ നമ്പർ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. നമുക്ക് അതിന് 5/10 എന്ന് എഴുതാം. ഈ 5/10 ആണ് 0.5 ആയിട്ട് വരുന്നത്. 1.34 നമുക്ക് 134/100 എന്ന് എഴുതാം. കാരണം 2 ഡെസിമൽ വരുമ്പോൾ കുത്തിന് ശേഷം 2 അക്കം വരുമ്പോൾ 2 സീറോ ഉള്ള 1, അതായത് 100നെ കൊണ്ടാണ് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എന്താ അറിയാം. ഒരു ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമ്പർ ബൈ 10 ആണ്. മറ്റൊരു 2 ഡെസിമൽ എന്ന് പറയുമ്പോൾ നമ്പർ ബൈ 100 ആണ്. 3 ഡെസിമൽ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ ഫുൾ എഴുതിയിട്ട് ബൈ 1000 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഡെസിമലിനെ പറ്റിയിട്ട് ഏകദേശം ഒന്ന് മനസ്സിലായാലും ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലായല്ലോ. ഇനി നമ്മൾ അറിയുന്നത് ഓരോ കാര്യങ്ങളും ആ ചോദ്യം വരുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 1 + 1/10 + 1/100 + 1/1000 എന്ന സംഖ്യയുടെ ദശാംശ രൂപം, ദ ഡെസിമൽ ഫോം ഓഫ് 1 + 1/10 + 1/100 + 1/1000 എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. ഈ 1ന് 1 എഴുതാം. ഈ 1/10 എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ ആൻസറിന് വേണം, അതായത് 0.1. 1 പോയിന്റ് ഇട്ടാൽ മതി. അതിനെ സ്പെസിഫൈ കുറച്ച് വ്യക്തമാക്കാനാണ് മുമ്പിൽ 0 എഴുതുന്നത്. പ്ലസ് 1/100 എന്ന് പറയുമ്പോൾ 0.01. 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ ആൻസറിൽ വേണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വേണം? 0.3 ഡെസിമൽ വേണം. അപ്പോൾ 3 ഡെസിമൽ കൂടി ഇങ്ങനെ വരും. ഈ എല്ലാ നമ്പറും കൂടെ ആഡ് ചെയ്യണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഇവിടെ 1ൽ നമുക്ക് ഡെസിമൽ ഇല്ല. ഏറ്റവും വലിയ ഡെസിമൽ 3 താനും. അപ്പോൾ ഈ 1ന് നമുക്ക് എഴുതുമ്പോൾ ഈ പ്രയാസം ഇല്ലാതിരിക്കാൻ 1.000 കൊടുക്കും. ഈ 3 സീറോയിൽ 2 സീറോ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വിഷമമില്ല. പക്ഷേ ചിലർക്ക് തെറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡെസിമൽ എത്രയാണുള്ളത് അത് ഈ ഡെസിമൽ ഇല്ലാത്ത നമ്പറിന് പോയിന്റ് ഇട്ടിട്ട് അങ്ങനെ ചേർത്ത് വെക്കുക. ബാക്കി 0.1. അപ്പൊ 0 ഈ പോയിന്റ് നേരെ വരണം. ബാക്കി 1 ഇവിടെ വരും. വേണമെങ്കിൽ ഇപ്പുറം 0 കേട്ടോ. 0.01 പിന്നെ വരുന്നത് 0.001. ഇത്രയും നമ്പറുകളാണ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 0 എഴുതാം, ഇവിടെ ഒരു 0 കൊടുക്കുക, 0 കൊടുക്കുക, തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി 1 എഴുതുന്നെങ്കിൽ 1 ഇങ്ങനെ എഴുതാൻ അറിയുന്ന കുട്ടികൾക്ക് പോയിന്റ് ഇട്ടിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് എഴുതിയാലും മതി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 1 ഇവിടെ 1 ഇവിടെ 1.1. അപ്പൊ ആൻസർ കിട്ടും 1.111. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് 1/10 1/100 ഡെസിമൽ എഴുതാൻ പഠിച്ചു. അതിനുശേഷം അത് കൂട്ടുന്ന സമയത്തുള്ള പ്രത്യേകതയും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. √0.81 + 0.0081
പ്ലസ് സി റൂട്ട് ഓഫ് 0.00081. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്താൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ നേരത്തെ ചെയ്തത് വേറൊരു ടൈപ്പാണ്, ഇത് ഡെസിമൽ വരുന്ന ടൈപ്പാണ്. അപ്പൊ ഇവിടെ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം √81 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 9 ആണെന്ന് അറിയാം. ഓക്കെ, ഈ ഒരൊറ്റ ഐഡിയ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. പിന്നെ ഈ റൂട്ട് വരുമ്പോൾ ഡെസിമൽ നമ്പറിന് വരുന്ന മാറ്റങ്ങൾ, ദശാംശ സംഖ്യകൾക്ക് വരുന്ന മാറ്റം കൂടെ മനസ്സിലാക്കിയാൽ ഇതിന്റെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 81ന്റെ 9 ആണെന്ന് അറിയാം. അപ്പൊ ആദ്യം 81ന്റെ 9 ഇവിടെ എഴുതാം, ഈ 81ന്റെ 9 എഴുതാം, ഈ 81ന്റെ 9 എഴുതാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ, വെറും നമ്പറിന്റെ മാത്രം എഴുതി വെച്ചു. ഇനി നോക്കുക, ഇവിടെ 2 ഡെസിമൽ ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ 1 ഡെസിമൽ ആണ് അതിന് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ 0.9. 2 ഡെസിമലിൽ ഇതിന് 1 ഡെസിമൽ, നേരെ പകുതി ഡെസിമൽ റൂട്ട് ഒഴിവാക്കി കഴിയുമ്പോൾ വരുന്നതാണ്. പ്ലസ് ഇവിടെ എത്ര ഡെസിമലിൽ 1 2 3 4. അപ്പൊ ആൻസറിൽ 4ന്റെ പകുതി എത്ര വരിക? 2. അപ്പൊ 2 ഡെസിമൽ കൊടുക്കുക. ഇവിടെ 0.09, മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റൂട്ടിന്റെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, റൂട്ടിന്റെ ഇതില് ഡെസിമല് വരുമ്പോ എന്താവും? ഡെസിമൽ എന്ന് പറഞ്ഞാൽ ദശാംശം. റൂട്ടിന്റെ ഉള്ളിൽ ദശാംശം വരുന്ന സമയത്ത് അത് എത്രയായിട്ട് വരും? പകുതിയായിട്ട് വരും. പകുതിയാകും എന്ത്? ഡെസിമല് പകുതിയാകും. ദശാംശം പകുതിയാകുന്നില്ല. 1 എഴുതി വെക്കുക. ഓക്കെ, ഹാഫ് ആകും, ഡെസിമല് ഹാഫ് ആകും. ഓക്കെ, അപ്പൊ 4 എഴുതല് 2 ആകും. നമ്പർ ഉണ്ട് 9 എഴുതി. 1 2 3 4 5 6. 6ന്റെ പകുതി എത്രയാ വരിക? 3 ഡെസിമൽ വേണം. ഇവിടെ 6 ഡെസിമൽ ഉണ്ട്. അപ്പൊ ആൻസറിൽ 3 ഡെസിമൽ വേണം. അപ്പൊ 0 പോയിന്റ് ഇട്ടാൽ മതി, മുമ്പിൽ ഒരു 0 കൊടുത്താൽ മതി. ഇത് 3ഉം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നേരത്തെ മാതിരി തന്നെ ചെയ്യാം. 0.9 ഉണ്ട് പ്ലസ് നമുക്ക് എത്രയുണ്ട്? 0. ശ്രദ്ധിക്കൂ, 0.0 നേരെ വരണം. കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും കേട്ടോ, ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഡോട്ടും നേരെ വരണം, ഓർത്ത് വെക്കുക. അപ്പൊ ഇത് എത്ര കിട്ടും? 0.9. കണ്ടില്ലേ? 0.9. അടുത്തത് നോക്ക്, 0. എത്ര വരും? 1 2 3 നമ്പർ. അപ്പൊ 0.09. ഇനി ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 0 ചേർക്കാം, 0 ചേർക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ആൻസർ നമുക്ക് കൃത്യമായിട്ട് കിട്ടും, ഉണ്ടായാലും ഇല്ലെങ്കിലും. അപ്പൊ ആഡ് ചെയ്ത് നോക്കിക്കോളൂ. 0 9 കൂട്ടിയാൽ 9, 9 ഇവിടെ കിട്ടും. എത്ര കിട്ടും? 0.0000 കറക്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. എത്ര? 0.999. എത്രാമത്തെ ഓപ്ഷൻ? അത് 4ാമത്തെ ഓപ്ഷനാണ്. കറക്റ്റ് ആണല്ലോ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമലിന്റെ മാറ്റം വരുന്നത് റൂട്ട് വരുമ്പോൾ എങ്ങനെ മാറുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഹാഫ് ഓഫ് 0.0001? 0.0001ന്റെ പകുതി എത്ര എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് പകുതി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 ആണെന്ന് അറിയാലോ. 10ന്റെ പകുതി 10/2 5 ആണെന്നറിയാം. അതേമാതിരി നിങ്ങൾക്ക് അറിയുന്ന നമ്പറിന്റെ ഏതാ? 1 പറയുന്ന നമ്പറിന്റെ ഹാഫ് നിങ്ങൾക്കറിയാം, 1ന്റെ പകുതി നിങ്ങൾക്കറിയാം. അതിനെ ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ 0.5 ആണ് വരിക. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നോക്കൂ, അപ്പോൾ 0.1/2 ആണെങ്കിൽ അതിന് വരിക 0.05 ആയിരിക്കും വരിക. 1ന് ഒരു പോയിന്റ് വന്നിട്ട് 5 വന്നാൽ ഇതിന്റെ മുമ്പിൽ ഒരു പോയിന്റ് വരുമ്പോൾ ഒരു 0 വന്നിട്ട് 5 വരും. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് നോക്കാം. ഈ 0.05ഉം 0.05ഉം കൂട്ടി നോക്കാം. 0.05ഉം 0.05ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 5 10. ബാക്കി 1ന് നമുക്ക് എത്ര കിട്ടും? 1 0 0 0.10. 0.10 എന്ന് പറഞ്ഞാൽ 0.1 തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 1നെ ഇങ്ങനെ ഇട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യില്ല, 2 കൊണ്ട് 0 ഇട്ടിട്ട് പോയിന്റ് ഇടുന്ന മാതിരി നമുക്ക് ഓരോന്ന് നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രത്യേകത മനസ്സിലാക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. എന്താണ്? ഒരു പോയിന്റ് വരുമ്പോൾ ഒരു 0 5 വന്നു. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട്? ഇവിടെ നോക്കി, ഇനി അടുത്ത നമ്പർ നോക്കിക്കോ. 0.01/2 ആണെങ്കിൽ
0.01/2 അതിന്റെ പകുതിയാണ് ആൻസർ വരല് 0.005 എന്നാണ് വരിക. അപ്പൊ ഒരു 0 വരുമ്പോ ഇവിടെ 2 0 5 വരും. അപ്പൊ ഇവിടെ 3 0 വരുമ്പോ ഇതിന്റെ ഹാഫ്, ഇതിന്റെ പകുതി എത്ര വരും? എത്ര 0 വേണം? 3 0 വരുമ്പോ 4 0 വേണം. ഡെസിമലിന് ശേഷം 4 0 വേണം. പിന്നെ എത്ര ലാസ്റ്റ് അപ്പൊ എത്ര വരുള്ളൂ? 1/2.5 ആയതുകൊണ്ട് ഏതിന്റെ ബൈ 2 ഹാഫ് എത്ര വരും? 0.40 ഇട്ടിട്ട് 5 വരും. ഓക്കെ, അതിന്റെ ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെ കിട്ടിക്കഴിയുന്ന കുട്ടികൾക്കും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആൻസറും വീണ്ടും ഇതിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞ് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആൻസർ ആണെന്ന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അത് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര വലിയ പ്രയാസമുള്ള കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ. 1/, നിങ്ങൾ അധികം കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ചോദ്യം. 1/0.001 പ്ലസ് 2/0.01 ഈക്വൽ ടു n ഇൻറ്റു 10 സ്ക്വയർ ആയാൽ n എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത് ഈസിയായി ചെയ്യാൻ പറ്റും. എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഡെസിമൽ ഇല്ല, ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 3 ഡെസിമൽ ഉണ്ട്. 1 2 3 ഡെസിമൽ ഉണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ഞാനതിൻ്റെ ഒരു 1-2 എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോളൂ. 1/1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 ആണെന്നറിയാം. 1/0.1 ആണെങ്കിൽ അതിന്റെ ആൻസർ 10 ആണ് വരിക. ഓക്കെ, താഴെ ഒരു ഡെസിമൽ കൂടുമ്പോൾ ഈ റിസൾട്ടിന് ഒരു 0 വരും. ഇനി 1/0.01 ആണെന്ന് വിചാരിച്ചോ. 1/1 എത്ര? 1 എഴുതുക. ഇവിടെ 2 ഡെസിമൽ ഉണ്ട് അല്ലെ, മേലെ ഇല്ല, താഴെ 2 ഡെസിമൽ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ 2 0 ചേർത്താൽ മതി. അപ്പോൾ 1/0.001 ആണെങ്കിലോ മേലെ 1/1 എന്നറിയാം, നമുക്ക് 1 ആണ്. 1/1 1 ആണ്. പിന്നെ മേലെ ഡെസിമൽ ഇല്ല, താഴെ 3 ഡെസിമൽ ഉണ്ട്. 3 ഡെസിമൽ ഉണ്ടായാൽ 3 0 കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ ഈ ഐഡിയ അറിയുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. നോക്ക്, 1/1 ആദ്യം എഴുതുക. ഡെസിമലിനെ നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ആദ്യം എഴുതുമ്പോൾ നമ്പർ എഴുതുമ്പോൾ 1/1 എത്രയാണ്? 1 ആണ്. മേലെ ഡെസിമൽ ഇല്ല, താഴെ 3 ഡെസിമൽ ഉണ്ട്. 3 ഡെസിമൽ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ 3 0 അല്ലെങ്കിൽ 1000 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ റിസൾട്ടിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര ഡെസിമൽ താഴെ അധികം ഉണ്ടോ അത്രയും സീറോസ് കൊടുക്കണം എന്നാണ് അതിന്റെ നിയമം. ഓക്കെ, പ്ലസ് നോക്ക് 2/1 നമ്പർ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 2/1 എത്രയാണ്? 2 ആണ്. മേലെ ഡെസിമൽ ഇല്ല, താഴെ എത്ര ഡെസിമൽ? 2 ഡെസിമൽ. 2 ഡെസിമൽ താഴെ മാത്രം ഉള്ളത് കൊണ്ട് അതിന്റെ കൂടെ 2 0 കൊടുത്താൽ മതി. എത്ര ഡെസിമൽ ആണോ താഴെ അധികം വരുന്നത് അത്രയും 0 കൊടുത്താൽ മതി. ഡിവൈഡ് ചെയ്തിട്ട് നോക്ക്, 1000 200 എത്ര? 1200. അപ്പൊ ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? n ഇൻറ്റു 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 100 ആണ്. നോക്കിക്കോളൂ. അപ്പൊ 1200 പറഞ്ഞാൽ n ഇൻറ്റു 100. അപ്പൊ n എത്രയായിരിക്കും? 12 ആയിരിക്കണ്ടേ? 12 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1200 കിട്ടുന്ന. അപ്പൊ അതിന്റെ ആൻസർ n ഈക്വൽ ടു 12 എന്നുള്ളത്. ഈ നിയമം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു വീഡിയോ മാത്സ്യൂൾ അപ്ലോഡ് ചെയ്തിരുന്നു, ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ. ആ വീഡിയോ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഡിവിഷൻസും മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നോക്കാം. 0.11 ഇൻറ്റു 0.11 ഡിവൈഡഡ് ബൈ 0.0001 പ്ലസ് 0.22 ഇൻറ്റു 0.22 ഡിവൈഡഡ് ബൈ 0.0002. അവിടെ ഡിവിഷൻ അവിടെയുണ്ട്. ഡിവിഷനെ ഞാൻ ബൈ ആയിട്ട് എഴുതി. ഇങ്ങനത്തെ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് മുകളിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ മാത്രം 11നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം എത്ര കിട്ടും? 121 കിട്ടും. അറിയാം അല്ലെ? അപ്പൊ 121 എഴുതി. ഇനി ഇവിടെ എത്ര ഡെസിമല്? 2 ഡെസിമല് കാണുന്നുണ്ടല്ലോ. ഇവിടെ എത്ര ഡെസിമല്? ഡെസിമലിന് ശേഷം 2 വരുമ്പോൾ 2. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 4 ഡെസിമൽ കിട്ടും. മുകളിൽ 4 ഡെസിമൽ ഇടണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ 3 ഡെസിമലേ വരുള്ളൂ. അപ്പൊ ഇവിടെ ഒരു 0 ഇട്ടിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ എത്ര ഡെസിമലായി?
4 ഡെസിമലായി മുകളിൽ ഡിവൈഡഡ് ബൈ 0.0001. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ മേലെ 4 ഡെസിമലിന്റെ താഴെയും 4 ഡെസിമൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്പർ ബൈ നമ്പർ മാത്രം എഴുതിയാൽ മതി. അതായത് 121/1 വില എഴുതിയാൽ മതി. അത് നമുക്ക് എത്ര കിട്ടുക? 1 to 1. അപ്പൊ ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്ര? 1 to 1. ഇനി ഇപ്പുറത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്ക്, 0.22 0.22 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 22 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അല്ലെങ്കിൽ 22 നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. തൽക്കാലം ഞാൻ 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എത്ര? 44. അപ്പൊ 484 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കോളൂ, പ്ലസ് ഇതാ ഇതിന്റെ ഞാൻ എഴുതുമ്പോൾ വരുന്ന കണ്ടോ, ഇതിനെ മാത്രം ഞാൻ ചെയ്യാണ്. അപ്പൊ കിട്ടുന്നത് എത്രയാണ്? 484 എന്ന് എഴുതിയിട്ട് എത്ര ഡെസിമൽ വരും നോക്കിയാൽ 1 2. അപ്പൊ എത്ര? ഇവിടെ 2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരും? 4 ഡെസിമൽ വരും. അപ്പൊ ഇതിന് 4 ഡെസിമൽ കൊടുക്കുമ്പോൾ എവിടെ വരും? 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ടാൽ മതി. 0.0484 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 0.0002. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 484 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 242 കിട്ടും. ഓക്കെ, 484 പകുതി. ഓക്കെ, ഞാനിവിടെ എഴുതാം. 484 പകുതി നമുക്ക് കിട്ടും 242. ഓക്കെ, ആ 242 കിട്ടി. അപ്പൊ ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 4 ഡെസിമൽ. താഴെ എത്രയുണ്ട്? 4 ഡെസിമൽ. അപ്പൊ മേലെയും താഴെയും ഈക്വൽ ഡെസിമൽ ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ നമ്പർ മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഏതെല്ലാം നമ്മൾക്ക് ആഡ് ചെയ്താൽ മതി? 121 പരം 242 ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി 1 2 3 2 4 6 1 2 3 363 എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് അതിന്റെ ആൻസർ വരിക. ശ്രദ്ധിക്കുക, മേലെയും താഴെ ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. 484 എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും 22നെ 2 തടയാനില്ലാവും. ക്യാൻസലേറ്റഡ് 11 എഴുതിയ 11നെ 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 242 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ചില കുട്ടികൾക്ക് ഡെസിമല് ക്യാൻസൽ ചെയ്യുമ്പോൾ ഡൗട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ രീതി ഉപയോഗിക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുക. ശ്രദ്ധിക്കുക, മേലെയും താഴെയും ഈക്വൽ ഡെസിമൽ വന്നാൽ നമ്മൾ ഡെസിമൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്പറിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ നോക്കി പഠിക്കുക. ഡിവിഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ, ഡെസിമലിന്റെ ഡിവിഷന്റെ വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 45 സ്ക്വയർ സമം 2025. 45/4 സമം 41,00,625. വലിയൊരു നമ്പറാണ്. ആയാല് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ് 4100.625 ഡിവൈഡഡ് ബൈ 2.025 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ 2 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചെറിയ വേവലാതിയൊക്കെ കാണും. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ എത്ര ഡെസിമലില്? 3 ഡെസിമൽ. താഴെ എത്രയുള്ളത്? 3 ഡെസിമൽ. അപ്പോൾ മേലെയും താഴെയും ഈക്വൽ ഡെസിമൽ ആണെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ നമ്പർ ബൈ നമ്പർ നമുക്ക് എഴുതാം. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 41,00,625 തന്നെ എഴുതാം. താഴെ എങ്ങനെ എഴുതാം? 2025 എന്ന് എഴുതാം. അതായത് മേലെയും താഴെയും ഈക്വൽ ആണ് എങ്കിൽ ഡെസിമൽ ഒഴിവാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താണ് അറിയേണ്ടത്? ഇതിന്റെ വാല്യൂ എത്ര വരും എന്നുള്ളതാണ് അറിയേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, 3 സ്ക്വയർ ഈക്വൽ ടു 9 ആയാല് നമ്മൾക്കറിയാം റൂട്ട് ഓഫ് 9 ആണ് 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. 9 ഈക്വൽ ടു 3 സ്ക്വയർ ആയാല് റൂട്ട് ഓഫ് 9 ആണ് 3 വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, റൂട്ട് ഓഫ് 9 ആണ് 3 വരുന്നത്. ഇനി റൂട്ട് ഓഫ് 9 സ്ക്വയർ ആണെങ്കിലോ, റൂട്ട് ഓഫ് 9 സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ആൻസർ വരില്ല 9 ആണ് ആൻസർ വരിക. റൂട്ട് ഓഫ് 9 സ്ക്വയർ. ഇനിയോ റൂട്ട് ഓഫ് 9⁴ ആണെങ്കിലോ അതിന്റെ ആൻസർ വരില്ല 9 സ്ക്വയർ ആണ് വരിക. അതായത് ഇവിടെ ഇതിനകത്ത് പവർ വരുമ്പോൾ കുട്ടികളെ ആ പവറിന്റെ പകുതിയായിരിക്കും ഇതിന്റെ ആൻസറിൽ റിസൾട്ട് വരിക. ഓർമ്മിക്കണം, റൂട്ടിനകത്ത്
കൃതി വരുമ്പോൾ കൃതിയുടെ പകുതി ആയിരിക്കും അതിന്റെ റിസൾട്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതാ 45 സ്ക്വയർ സമം 2025 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് റൂട്ട് ഓഫ് 2025 സമം എത്ര എഴുതാം? 45 എന്ന് എഴുതാം. ഏതുപോലെ? ഈ എഴുതിയതുപോലെ ആ രീതി ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതാലോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടി. മേലത്തത് എന്തെങ്കിലും ആയിക്കോട്ടെ, താഴത്ത് നമുക്ക് ഈ താഴത്തത് നമ്മൾക്ക് എഴുതും. അത് ഇങ്ങനെ എഴുതാം: 41,00,625 റൂട്ട്, ശ്രദ്ധിക്കോ, ഈ റൂട്ട് 2 കൊടുക്കാം, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 2025. ഈ റൂട്ട് ഓഫ് 2025 വില ഇപ്പൊ എത്ര കിട്ടി? ഈ പറഞ്ഞിരിക്കുന്ന പോലെ 45 കിട്ടി. കാരണം 45 സ്ക്വയർ ആണ് ഈ വില, അല്ലെ? 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണെങ്കിൽ റൂട്ട് 9 എന്ന് പറഞ്ഞാണ് 3. അതിലത്തെ ആ സ്ക്വയർ ഒഴിവാക്കി ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് കിട്ടിയത് 45 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി മേലത്തെ വിലയല്ലേ കിട്ടേണ്ടത്? റൂട്ട് ഓഫ് 41,00,625. നോക്ക്, 41,00,625 45/4 അപ്പോ എന്തെഴുതാം? റൂട്ട് ഓഫ് 41,00,625 സമം റൂട്ട് ഓഫ് 45/4 എന്ന് എഴുതാലോ. ഇത് ഈക്വൽ ടു ഇത് വരുമ്പോ ഇതിന്റെ റൂട്ട് സമം ഇതിന്റെ റൂട്ട് എന്ന് എഴുതാലോ. ഈക്വൽ ടു എത്ര എഴുതാം? 45 സ്ക്വയർ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? അങ്ങനെ എഴുതാനുള്ള കാരണം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിയമം. റൂട്ട് ഓഫ് 9/4 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്. ഈ പവർ 4 വരുമ്പോ, റൂട്ടിന്റെ ഉള്ളിൽ പവർ 4 വരുമ്പോ, റൂട്ട് ഇല്ലാതെ എഴുതുമ്പോൾ ഇതിന്റെ പകുതിയിൽ അതേ ബേസിന് അതേ താഴെയുള്ള വില കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 45 സ്ക്വയർ. അപ്പൊ മുകളിൽ കിട്ടുന്നത് എത്ര കിട്ടും? 45 സ്ക്വയർ. ഇനി 45 സ്ക്വയർ ബൈ 45 എത്ര കണ്ടുപിടിക്കേണ്ടത്. എന്താണ് 45 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ്? 45 ഇൻറ്റു 45 ആണല്ലോ, ഡിവൈഡഡ് ബൈ 45, 45. അപ്പൊ 45 കട്ട് ചെയ്യുക, നമുക്ക് ആൻസർ എത്ര കിട്ടും? 45 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ എത്രയോ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ഒരു സംഭവം, അത് ചെറിയ ഒരു ആൻസറിൽ 45 നമുക്ക് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾക്ക് കിട്ടി. ഓക്കെ, കുട്ടികൾ അറിയേണ്ട കാര്യം, ഒരു നമ്പറിന്റെ സ്ക്വയർ തന്നാല് ഇതിന്റെ റൂട്ട് ചോദിച്ചാൽ ഈ 45 എഴുതണം. ഓക്കെ, ഇതിന്റെ റൂട്ട് ചോദിച്ചാൽ ഇതിന്റെ പവറിന്റെ പകുതി എഴുതണം. അത്രയേ ഉള്ളൂ അതിൽ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find the next number in the series below: 0.5, 0.55, 0.65, 0.8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊരു സീരീസ് എന്തോ ഒരു പ്രത്യേകതയിൽ പോകുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെന്ത് പ്രത്യേകത, ഇതും തമ്മിൽ എങ്ങനെ വ്യത്യാസം നോക്കിക്കോളൂ. 0.55 നിന്ന് 0.5 നമുക്ക് സബ്ട്രാക്ട്, ഇതിനെക്കാട്ടി വലുതല്ലേ ഇത്, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 0.5 നമുക്ക് 0.50 എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് കിട്ടും 5 0. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നോക്കിക്കോളൂ കുട്ടികളെ, 0.05 ആഡ് ചെയ്തതാണ് ഇത്. ഇനി ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ. 0.65 0.55 സബ്ട്രാക്ട് ചെയ്യാം. 5 5 പോയ 0, 6 5 പോയ 1, 0.10. അപ്പൊ ഇവിടുന്ന് ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടുന്നത് 0.10. ഇനി ഇതും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 0.8 8 എഴുതാം, മൈനസ് 0.65 നമുക്ക് കിട്ടും 0.15 കിട്ടും. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് 0.15 എന്ന് കിട്ടും. അപ്പൊ ഇനി വരാൻ പോകുന്ന ഡിഫറൻസ് എത്രയായിരുന്നു നോക്കിയാൽ 0.5, ഇവിടെ 10, ഇവിടെ 15. അപ്പൊ അടുത്ത എത്ര വരണം? 20 വരണം. അതായത് 0.20 അല്ലെങ്കിൽ 0.2 വരണം. അപ്പൊ ഇതിന്റെ കൂടെ ഇത് കൂട്ടി നോക്കിയാൽ 0.8, അതിന്റെ കൂടെ 0.20 അല്ലെങ്കിൽ 0.2 കൂട്ടിയാൽ മതി. കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 0, 8 2 10 0, ബാക്കി 1. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടുക എത്രയായിരിക്കും? 1 അല്ലെങ്കിൽ 1.00. അവിടെ ഉണ്ട് 1.00 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്. ഇത് പല കുട്ടികളും തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്നതിനൊക്കെ ഡെസിമൽ വന്നിട്ടുണ്ട്, എന്നാൽ ഈ പറയുന്നതിന് 1 എത്തി എന്നുള്ളതാണ്. ഇത് ഡെസിമൽ സബ്ട്രാക്ട് ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും അറിയണം. പിന്നെ അതിന്റെ വ്യത്യാസം കൂടി പോകുന്നതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് നമ്പർ ആഡഡ് ടു 0.0001 ഗിവ്സ് 1. ഈ 0.0001 എത്ര കൂട്ടിയാൽ അത് 1 കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല കുട്ടികൾക്കും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എഴുതി നോക്കാം. ഇതിന്റെ കൂടെ 1 കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ആഡ് ചെയ്യേണ്ടി വരും നോക്കിയാൽ മതി. നോക്കിക്കോളൂ, 0.1 ആണെങ്കിൽ 0.9 കൂട്ടിക്കഴിഞ്ഞാൽ 1 9 10, ബാക്കി 1.0 കിട്ടും. 0.01 ആണെങ്കിൽ ഈ പ്രത്യേകത അറിയാൻ വേണ്ടി എഴുതുന്നു കേട്ടോ. ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടല്ല, ഇതിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ്. 0.99 ആഡ് ചെയ്താൽ മതി. 1 9 10, ബാക്കി 1 9 10, നമുക്ക് എത്ര കിട്ടി? 1 തന്നെ കിട്ടി. 1.00 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇത് 1 കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടി വരും? നോക്കിക്കോളൂ, ഈ നമ്പർ ആഡ് ചെയ്താൽ മതി. കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1 9 10, ബാക്കി 1 9 10, ബാക്കി 1 9 10, 1 9 10, ബാക്കി 1 എന്ത് കിട്ടും? അതായത് 1 പോയിന്റ് ഉള്ളതാണെങ്കിൽ 1.9, 2.01 വന്നാൽ 2.99, 3 പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ 3.99. ഈ തരത്തിലാണ് നമ്മൾ ഈ നമ്പർ വരിക. ഇത് ഡൗട്ട് വരാൻ സാധ്യതയില്ല, കാരണം ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്. അപ്പൊ ഓരോരോ ഓപ്ഷൻ കിട്ടാത്ത കുട്ടികൾക്ക് ആ ഓപ്ഷൻ ഇതിന്റെ കൂടെ കൂട്ടി നോക്കിയിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. ഓക്കെ, അപ്പൊ ഇത് അത്ര വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, ഡെസിമൽ ചെറിയ ഒരു ആശയമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്തത് അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ വീഡിയോയുമായി പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.